നിങ്ങളെ മറ്റു സാധനം ഓൾറെഡി നമ്മളെ സ്പൈയാക്കി ഇട്ടിരിക്കുക. അപ്പോ കല്യാണം കഴിച്ചിരിക്കുകയാണ്. എന്താ ശരിക്കും പറയാ? എന്താ പറയാ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ഇറങ്ങാൻ നേരത്തൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് മാറിക്കിട്ടി. ഇപ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അല്ലേ. എന്താ പറയുക, നല്ലൊരു മുഹൂർത്തം എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ താലി ചാർത്താൻ വേണ്ടി സാധിച്ചു. സന്തോഷമുള്ളൊരു മുഹൂർത്തം. ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഒരു സ്ലോട്ട് ടൈം മാറി, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായി. പിന്നെ ചൂട് ശരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് കുറച്ച് ആളുകളായല്ലോ, എന്താ ഇത്ര ലേറ്റ് ആയി? 2 വർഷം 2 ഇയേഴ്സ് ആയി. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ വിവാഹം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ അല്ലേ അങ്ങനൊരു കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ മനസ്സിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിൽ കൊണ്ട് പൊരുത്തപ്പെടുന്ന ആൾക്കാർക്ക് കല്യാണം കഴിച്ചിട്ടെങ്കിലും ഒന്നിച്ച് താമസിക്കാം, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അതാണ് അല്ലേ. പക്ഷേ അത് പഴയ തലമുറക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നൊരു അവസ്ഥയല്ല. എന്നുവെച്ചാൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും വേറെ എന്തോ ഒരു രീതിയിലാണ് നമ്മളോടുള്ള നോട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല 2 വർഷം കൊണ്ട് നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെടുത്താണ് ഞങ്ങൾ താലി കെട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. ഓൾമോസ്റ്റ് ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ ചേട്ടൻ പറഞ്ഞതാ കല്യാണം കഴിക്കാം. പിന്നെ നമ്മളൊരു ഗ്യാപ്പ് എടുത്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിൻ്റെ എന്താ വെച്ചാൽ ആ ഫാമിലി റൗണ്ടിന് തൊട്ട് മുമ്പാണ് ഞാൻ ഔട്ടായത്. അല്ലെങ്കിൽ ആ ഫാമിലി റൗണ്ടിൽ ഇവിടെ വരുമ്പം ഇത് അവിടെ വെച്ച് നടന്നു. ബിഗ് ബോസുകാർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, മിസ് ചെയ്തത് അവർ ആ ഒരു മൂമെൻറ്റ്. അത് നമ്മളേതായാലും ഇങ്ങനെ ആക്കി വളരെ സിമ്പിളായിട്ട് നിങ്ങളെല്ലാവരും വന്ന വലിയ സന്തോഷം കേട്ടോ. എന്ന് വെച്ചാൽ ഗുരുവായൂർ വെച്ച് നടത്താനുള്ളൊരു കാരണം അത് ഞാൻ പറയാം. പക്ഷേ ഞാനൊരു കൃഷ്ണ ഡിവോട്ടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ മനസ്സിനെ വരാറുണ്ട് അല്ലേ, മനസ്സിനെ വരാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് തന്നെ ചെയ്യാം. ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തിയാണ്. എപ്പോഴായാലും വീട്ടിൽ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞ് ഇതുണ്ട്. എന്തെങ്കിലും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നതാണ്. എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എനിക്കറിയില്ല, അത് അവരുടെ വിഷയം. അത്രയ്ക്ക് അടുപ്പമുള്ള ഒരാളാണ് ഉണ്ണിക്കണ്ണനുമായിട്ട്. അപ്പം അവരുടെ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലേ കെട്ടാൻ സാധിച്ചത് വലിയ സന്തോഷം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ കംഫർട്ട് സോൺ അത്രേ ഉള്ളൂ. അല്ല ഞങ്ങള് മാസത്തില് മിക്കവാറും എല്ലാ മാസവും ഞങ്ങൾ ഓരോ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരാണ്. നല്ല ട്രിപ്പുകൾ, നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ട്രിപ്പുകൾ ഇതൊക്കെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് അമോറ വെഡ്ഡിങ്സ്. ഇവർ ഞങ്ങളുടെ എന്താ പറയുക പ്രീ വെഡ്ഡിങ് മുതൽ ഇപ്പോൾ വെഡ്ഡിങ് മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പിള്ളേർ ഗംഭീരമായിട്ട് വന്ന് ചെയ്തു തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ മുതൽ ഇവർ ഉറക്കമൊഴിഞ്ഞിട്ട് വേറൊരു വർക്ക് കഴിഞ്ഞിട്ട് രാത്രിക്കല്ലേ വന്നിട്ട് ഏറ്റവും സന്തോഷമായിരുന്നു. ഇനി വേറെ അധികം പറയാനൊന്നുമില്ല. നിങ്ങളത് പോരുന്നത് സദ്യ കഴിച്ചിട്ട് പോകാൻ പാടില്ല. ഓക്കെ, സദ്യ ഉണ്ട്, എല്ലാവർക്കും ഉള്ള സദ്യ ഉണ്ട്, റെഡിയാണ്, അടയെടുത്ത് വെച്ചാണ്. അതെ ഇങ്ങനെ നിന്നിട്ട് പരിചയമില്ല, അതുകൊണ്ടാട്ടോ. എനിക്ക് പിന്നെ എത്ര നേരമാണ് ഇത് സംസാരിക്കാൻ പറ്റും. ഓക്കേടാ, പോരെ ഓക്കെ അല്ലേ? എല്ലാവരും ഉണ്ടല്ലോ, നീലക്കുയിൽ ഇല്ല.